ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ആലുവ പോലീസ് സ്റ്റേഷന് വേണ്ടി മരത്തിൽ കയറിയതും സീമാവിനെ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി അല്ല ഒരിക്കലും. എന്നുവെച്ചാൽ ഞാനും എന്നെ പോലുള്ള കമ്മ്യൂണിറ്റി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മോശം പ്രവൃത്തികൾ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു ചുരിദാറിട്ട് ചെല്ലുമ്പോൾ എന്നെ എടാ പോടാന്ന് വിളിക്കുന്നു, നിങ്ങൾ മറ്റവരല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ്. ഒരു ഗുണ്ടയായിട്ടും അല്ല. ഞാൻ ആ സമയത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് കുറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മളൊരു നിയമസഹായത്തിന് വേണ്ടി ചെല്ലുമ്പോൾ രണ്ട് പോലീസുകാർ നിങ്ങൾ മറ്റവരല്ലേ, നിങ്ങൾ മറ്റവന്മാരോ, നമ്മളെ ആക്രമിച്ചു എന്നുള്ള തെളിവടക്കം കൊണ്ടുപോയി ചെല്ലുമ്പോഴും അത്തരത്തിൽ സംസാരിച്ചപ്പോൾ മൊത്തം ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഞാൻ മരിച്ചു പോയാലും അവർക്ക് ഒരു നല്ലതുണ്ടാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പേരിലെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ മരത്തിൽ കയറി കൈവിട്ട് താഴെ പോകുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് മാത്രമേ പോവുള്ളൂ, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ അന്നും ആ മരത്തെ കയറിയതും. അതിനുശേഷമാണ് ഇവിടെ DGP ഒരു ഉത്തരവിട്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി വന്ന 10 മിനിറ്റുകളിൽ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യിക്കാൻ പാടില്ല എന്നൊക്കെ. സീമാവിനീത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ രാവിലെ എനിക്ക് വീട്ടിൽ പോത്തുണ്ട്, കോഴിയുണ്ട്, 3 പപ്പീസുണ്ട്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട് അടിച്ചു പറഞ്ഞു. ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലും രാവിലെ വണ്ടിയായിട്ട് പോകുന്നു, പിന്നെ പോത്തിനെ കാഴ്ച കെട്ടുന്നു, പോത്തിന് വെള്ളം, ഇതൊക്കെ വീഡിയോ എടുത്ത് പബ്ലിക്കിന് സപ്പോർട്ട് മേടിക്കാൻ അതിന് മാത്രമേ സമയമുള്ളൂ. സീമയ്ക്ക് പിന്നെ ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പൈസ കിട്ടും, പിന്നെ വീട്ടിൽ ഇരുന്ന് വീഡിയോ ചെയ്താൽ മതി. എനിക്ക് എല്ലാ ദിവസവും പോയാൽ മാത്രമാണ് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സീമ വിനീത് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് സപ്പോർട്ട് വേണം. അതുപോലെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് എന്തുകൊണ്ട് ഓഫ് ചെയ്തിട്ടേക്കുന്നത്? ഇപ്പോൾ അവരുടെ പഴയ ചരിത്രങ്ങളടക്കം പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അവർ പണ്ട് മാനാഞ്ചിറയിൽ അങ്ങനെ നടന്നതാണ്, ഇങ്ങനെ നടന്നതാണ്, ഇങ്ങനെയായിരുന്നു. ശരിക്കും പറയാം ആദ്യ കാലങ്ങളിലേക്ക് ഇപ്പോൾ അവരൊക്കെ എന്നെക്കാളും ചിലപ്പോൾ പ്രായം ഉണ്ടാവും. ആദ്യം ഞാൻ വന്നിട്ട് 8 വർഷമായുള്ളൂ, അവർ 15 വർഷമായി ഈ ലൈഫിലേക്ക് വന്നു. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നേ എന്നെക്കാളും വലിയ ഗുണ്ടേ അവർ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് നിലവിൽ ഈ ഒരു സമയത്ത് കുറച്ച് പേര് ഫേമിലായിട്ട് നിൽക്കുന്ന ആളുകളെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അമ്മയെ പ്രസാദ് ബിഗ് ബോസിൽ പോകാതിരിക്കാൻ വേണ്ടി അതിനൊരു തടയിടണം എന്നുള്ള ലക്ഷ്യത്തോട് ചെയ്താണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നപ്പോൾ അവർ വരെയും ഉണ്ടായിരുന്നൊരു ഗ്രൂപ്പിൽ ചർച്ച വന്നപ്പോൾ അവർക്കെതിരെയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സംഘം കമ്മ്യൂണിറ്റിനെ ആക്രമിക്കാൻ വരുന്നു എന്നും പറഞ്ഞ ഒരു ഗ്ലിസറിൻ നാടകം. അതൊക്കെ എനിക്ക് പുച്ഛം മാത്രം. സീമാ വിനീതിന്റെ പഴയ ചരിത്രം എന്താണ്? സീമാ വിനീത് അത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നപ്പോൾ ഞാൻ കേട്ടതാണ്. പണ്ട് കോഴിക്കോട് മാനാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് പേഴ്സ് അടിച്ച് മാറ്റിയും അങ്ങനെയൊക്കെ നടന്നു ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ഇവർ സോഷ്യൽ മീഡിയ കൊണ്ടേ പോസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഇതിവിടെ പല കമ്മ്യൂണിറ്റിയും തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കാലത്ത് ഞാൻ ഇവരുടെ കൂടെ ഇല്ല, എനിക്കറിയാവുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞാണ്. ഇവർ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അവർ ചെയ്യുന്ന തൊഴിലിനോട് ഞാൻ ബഹുമാനിക്കുന്നു, അവരുടെ രീതി. പിന്നെ അവർ സ്വന്തമായിട്ട് വീട് വെച്ചു എന്ന് പറയുന്നു. അത് തൃശ്ശൂരുള്ള ഏതോ ഒരു ഡോക്ടറായിട്ട് പ്രേമമായിട്ട് എന്തോ ഇരുന്നതിന് ശേഷം അയാളെ ഭീഷണിപ്പെടുത്തിയും, അങ്ങനെയുള്ളവരല്ല ശരിക്കും പറഞ്ഞാൽ ഗുണ്ടകൾ, ഭീഷണിപ്പെടുത്തി ഒരാളുടെ സ്വത്ത് മേടിക്കുക, അവരെ പിടിച്ച് പറിച്ച് പൈസ മേടിക്കുക, അവരുടെ സ്ഥലം വിറ്റ് പൈസ മേടിക്കുക, അല്ലാതെ അവരുടെ പൈസ മേടിച്ച് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ഥലം മേടിച്ച് എൻ്റെ പേരിലാണ് ഒക്കെ വീടും ഇതെല്ലാം. അത് ഞാനൊരാളെ ഭീഷണിപ്പെടുത്തി മേടിക്കുമ്പോഴാകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയതാണോ? അല്ലല്ലോ. ആ വ്യക്തിക്ക് എങ്ങനെ ഇവിടെയുള്ള കമ്മ്യൂണിറ്റികൾ ഗുണ്ടകളാണ്, ആക്രമണകാരികളാണ്, പിടിച്ചുപറിക്കാരാണെന്ന് പറയാൻ അവർക്ക് എന്ത് യോഗ്യതയുണ്ട്? ഇവരെന്തായിരുന്നു എന്താ ഇവർ ചിന്തിക്കാത്തത്? ഇവർ ജനിച്ചപ്പോൾ ഒരു സ്ത്രീയൊന്നുമല്ലല്ലോ. ഞങ്ങളിപ്പോൾ ഒരു പേരിട്ടുണ്ട്, ഞങ്ങളെ കമ്മ്യൂണിറ്റിക്കിടയിലെ പൂർണ്ണ സ്ത്രീ, എല്ലാം തികഞ്ഞ സ്ത്രീ. പക്ഷെ ഇവർക്കൊരു പുറകോട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവരെന്തുകൊണ്ട് ഈ വിസിബിലിറ്റി വരുന്നതിന് മുന്നേ ഉള്ള കാലത്ത് കല്യാണം കഴിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പണ്ട് മാനാഞ്ചിറയിൽ പേഴ്സ് അടിച്ചു മാറ്റി ജീവിച്ചൊരു വ്യക്തി ആയിരുന്നു സീമാ വിനീത് എന്തുകൊണ്ടുമെന്ന് പറയുന്നില്ല? സ്വന്തം കൈ പോയിട്ട് വിരലില്ലാത്ത ആളുകളെ കുറ്റം പറയുന്നത് വളരെയധികം മോശമല്ലേ? പിന്നെ സീമാ വിനീത് നല്ലതൊന്നും സ്വന്തം കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചെറുപ്പകാലം മുതൽ നമ്മുടെ കൂടെ ഉള്ളവരെ കാണാതെ, ഇപ്പം അത് ഒരു രാഷ്ട്രീയത്തിലായാലും എവിടെയാണെങ്കിൽ പോലും നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവാകണമെങ്കിൽ നമ്മുടെ പിന്നിൽ നമുക്ക് കുറേ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾ വേണ്ടേ? ഇത് ബിഗ് ബോസ് എന്നൊരു ലക്ഷ്യത്തോടു കൂടി ബാക്കിയുള്ള എല്ലാവരെയും കൊന്നൊടുക്കിയിട്ടായാലും എനിക്ക് ബിഗ് ബോസിൽ പോകണം, ആ ഒരു ലക്ഷ്യം മാത്രമാണ് സീമാ വിനീതിൻ്റെ ഇപ്പോൾ ഈ കിടന്ന് കളിക്കുന്ന നാടകത്തിനുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾക്ക് കേൾക്കേണ്ടി വരുന്ന കുറച്ച് പേരുകളുണ്ട്. 9 ഹിജഡ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും കുറവ് ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടോ? ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈ 9 ഹിജഡ എന്നുള്ള പേരുകളൊന്നും ആരും വിളിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്നെ ആയാലും ഒരു ഇപ്പം സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടത്തൊക്കെ ആയാലും അവരെ പോലെ ഒരാൾ എന്ന രീതിയിൽ ചേർത്ത് നിർത്താൻ കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ആളുകൾ ആ ഒരു തരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നൊരു കാലമാണ് ഇപ്പം ഈ ഒരു പേര് ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരു പൂർണ്ണ സ്ത്രീ തന്നെ ആളുകൾക്കിടയിലേക്കൊരു ഗുണ്ടകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇട്ട് കൊടുത്തേ പിന്നെ
പബ്ലിക്കിൽ ഇറങ്ങി ജീവിക്കുന്ന ആളുകൾക്കും പുറത്തു പോകുന്ന ആളുകൾക്കും പലരിൽ നിന്നും 9 എന്നും ഹിജറ എന്നും ഷിഗു എന്നുള്ള വിളികളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരിക്കലും ഞങ്ങളൊന്നും അങ്ങനത്തെ ഒരു പേര് കേൾക്കാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളല്ല. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിനൊപ്പം എൻ്റെ ശരീരമാക്കി, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഭംഗി, അതിൽ ഞാൻ തൃപ്തയാണ്, അതിൽ ഞാൻ സന്തോഷമാണ്. അപ്പം മറ്റുള്ളവരോട് കൂടി എന്നെ അല്ലെങ്കിൽ അന്നെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആ ഒരു പേരുകൾ വിളിച്ച് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ശരിക്കും സങ്കടമൊക്കെ വരും. പക്ഷേ പബ്ലിക്കിൽ വന്ന് നമ്മുടെ സങ്കടങ്ങളൊന്നും അങ്ങനെ വന്ന് അയ്യോ എനിക്ക് ഇന്ന് തലവേദന എടുത്തുകൊണ്ട് ഞാൻ കരഞ്ഞു എന്നും പറഞ്ഞ് ഞാനൊരു സോഷ്യൽ മീഡിയയിലും കൊണ്ടുപോയി വിടാൻ. ഇപ്പം നമ്മുടെ വീട്ടിലായാലും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തീരണതാണ്. പക്ഷേ സീമ വിനീത് എന്ന് പറയുന്ന വ്യക്തി എല്ലായിടത്തും അവർക്കൊരു സങ്കടം വന്നാൽ എപ്പോഴും കൊണ്ടുപോയി അവർ പബ്ലിക്കിലിട്ട് കരഞ്ഞ് കുറച്ച് ഗ്ലിസറിൻ തേച്ച് കരഞ്ഞ് അത്തരത്തിലേക്കൊന്നും എന്നെ കേട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയുള്ളൂ. പക്ഷേ ഇവർ കാരണം ഇങ്ങനത്തെ ചില പേരുകൾ വളരെയധികം ബുദ്ധിമുട്ട്. ഇപ്പം എനിക്ക് നിലവിൽ ഈ ഒരു രൂപത്തിൽ പോകുമ്പോൾ ആളുകൾക്ക് വേറെ ഒന്നും തോന്നിയില്ലെങ്കിലും എന്നെക്കാളും താഴെ നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾക്ക് അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അത് പിന്നെ എന്നെക്കാളും മുതിർന്നവർക്ക് ആദ്യ കാലങ്ങളിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് ഇപ്പോൾ എൻ്റെ രഞ്ജുമ്മ ഞാൻ പറഞ്ഞില്ലേ RLV കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ ആളൊരു ട്രാൻസ്വുമണാണ്, ആൾ കഥകളി പഠിക്കാൻ പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന ഒരു ആളുടെ അച്ഛൻ, അവിടെ കോളേജിൽ പഠിക്കുന്ന ഒരാളുടെ അച്ഛൻ വന്നിട്ട് ഓടി വന്നിട്ട് മോളെ ഞാനൊക്കെ നിൻ്റെ ചേട്ടത്തിയമ്മയായിട്ട് വരും. അതായത് ഒരു അച്ഛൻ വന്നിട്ട് പറയുവാണ്. ആൾ ഓൾറെഡി ഞങ്ങളെപ്പോലെ തന്നെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഈ ഒരു ലൈഫ് വരണം. പക്ഷെ അവരുടെ കാലഘട്ടത്തിൽ അവർക്കത് പറ്റിയില്ല. അപ്പോൾ അമ്മ എന്നോട് കോളേജിൽ ചെല്ലുമ്പോഴേ ഇന്ന ആളുടെ അച്ഛൻ, അപ്പം ഞാൻ ആരാന്നും പറയുന്നില്ല, ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ നിൻ്റെ ചേട്ടത്തിയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പം അവർ നമ്മളെ കാണുമ്പോൾ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ആളുകൾക്ക് പബ്ലിക്കിലേക്ക് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു വരാൻ ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ സീമ വിനീതിന് ഇത്രയധികം ഒരു സപ്പോർട്ട് വരാൻ എന്താണ് കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സപ്പോർട്ട് വരാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഞാനും ഓൾറെഡി എന്നെ അത്യാവശ്യം കുറച്ച് പേരെ അറിയും. എൻ്റെ ഒരു ചെറിയൊരു വിഷയം വന്നു, ഇപ്പം എനിക്കൊരു പാർട്ട്ണറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ സിസ്റ്റത്തിൽ മക്കളുണ്ട്, എൻ്റെ കൂടെപ്പിറപ്പുകളുണ്ട്. അപ്പം ഇവരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബം ഒറ്റപ്പെടുത്തി, എൻ്റെ കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എൻ്റെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലിട്ട കുറേ പേരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം എൻ്റെ പാർട്ട്ണർ ഓൾറെഡി ഒരു നോർമൽ ആളാണ്, ട്രാൻസ്മെൻ ഒന്നും അല്ല. അപ്പോൾ ആൾക്കെതിരെ വന്ന് കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും വന്നിട്ട് പറയും മറ്റു വ്യക്തിക്കെതിരെ അങ്ങനെയാണ്, അയാൾക്കെതിരെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അന്നെ നല്ല ആളാണെന്നൊക്കെ പറയും. അതായത് നമ്മൾ കുറേ കരഞ്ഞു കൂവി വിളിച്ചാൽ, അല്ലാതെ ഞാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും എല്ലാവരോടും കൂടെ ചേർന്ന് നിന്ന് എല്ലാവർക്കും കിട്ടുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ എനിക്ക് മാത്രം പ്രത്യേകിച്ചൊരു സപ്പോർട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സീമ വിനീത് അങ്ങനെ മാത്രമാണ് ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്പം ആളിനിപ്പോൾ നാളെ ബാത്റൂം പോകുമ്പോൾ വയറുവേദനയാണെങ്കിൽ അതും വേണമെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ടിടേണ്ടി വരും, ഇടും, അതും ആളുകൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള നിലയ്ക്ക് പബ്ലിക്കിൽ നിന്നും സർക്കാരിൽ നിന്ന് എല്ലാ ഭാഗത്തും നമുക്ക് സപ്പോർട്ട് വേണം. നമ്മൾ കുറച്ച് വളരുമ്പോൾ നമ്മുടെ പിന്നിലുള്ളവരെ ചവിട്ടി താഴ്ത്തണം എന്നുള്ളൊരു നിലപാടൊന്നും എനിക്കില്ല. കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളെല്ലാം സെക്സ് വർക്കേഴ്സ് അല്ല എന്നുള്ളത് എങ്ങനെ ഈ സൊസൈറ്റിനോട് തെളിയിച്ചു കൊടുക്കാൻ പറ്റും? തെളിയിച്ചു കൊടുക്കുന്ന എത്ര ആളുകൾ ഇപ്പം ഞാൻ പറയട്ടെ, വളരെ ചുരുക്കം ആളുകൾ. പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ എറണാകുളത്ത് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരുപാട് ആളുകൾ റോഡിൽ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പം ഞാൻ ഓട്ടോയിൽ ഓടിക്കുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട്, അല്ലാതെ അവരവർക്ക് പറ്റുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്, ഹോട്ടലിലെ ജോലിക്ക് പോയി ജീവിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പൊതുസമൂഹം പണ്ട് കൊടുത്തേക്കുന്ന ഒരു പേരാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സെക്സ് വർക്കേഴ്സ്. എത്രയോ സ്ത്രീകൾ സൗത്തിൽ നോക്കിയാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള സ്ത്രീകളെ മൊത്തം ആരും സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? എനിക്കറിയാൻ പാടില്ലാത്ത ചോദിച്ചു. ഉണ്ടോ? ഇല്ല. അപ്പോൾ സാഹചര്യം കൊണ്ട് വീട്ടുകാരില്ല, കുടുംബമില്ല, സർക്കാരില്ല, സ്വന്തമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ജോലിയിലേക്ക് പോയ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതിൽ നിന്ന് തിരിച്ചറിവ് കിട്ടി ഒരുപാട് ആളുകൾ ഇപ്പം ഒരു 3/4 ആളുകളും സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ കണ്ടുപിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇപ്പോൾ സെക്സ് വർക്ക് എന്നൊരു കാര്യത്തിലേക്ക് നിൽക്കുന്നുള്ളൂ. അപ്പം അവരെയും ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഞാനൊരു CBOയുടെ പ്രതിനിധിയാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താ, പുതിയ ഒരു പിള്ളേർ വന്നിട്ട് റോഡിൽ സെക്സ് വർക്കിൽ നിൽക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഒരാൾക്ക് ഏത് വസ്ത്രം ധരിക്കാം, ഏതിൽ വേണം സഞ്ചരിക്കാം, അതൊക്കെ നമ്മുടെ ഇന്ത്യയിലുള്ള നിയമങ്ങളാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. സെക്സ് വർക്ക് എന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ പഠിക്കാൻ പോകണോ, അതിനുള്ള സാഹചര്യം നമ്മൾ ചെയ്തു കൊടുക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളായിരിക്കും, ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നുണ്ട്,
നമുക്ക് ഷെൽട്ടർ ഹോം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മര്യാദയ്ക്ക് 1-2 തവണയൊക്കെ ഞങ്ങൾ എന്ന് പറയും. അപ്പോൾ പിന്നീട് അവരങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ പോലീസിനെ വിളിച്ച് അവരെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ വീട്ടുകാരായിട്ട്, ഇപ്പോൾ ഞാൻ ഒരു ട്രാൻസാന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ള നിയമമൊന്നുമില്ല, അവരെ സംരക്ഷിക്കണം എന്നുള്ള നിയമമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ അറിയിച്ച് പുതിയ ഒരാളും ഈ ഒരു ഫീൽഡിലേക്ക് വരരുത് എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു പേരിൽ നിന്ന് മാറ്റിയെടുക്കണം എന്ന് തന്നെ വിശ്വസിച്ച് ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റിയിൽ ഒരു 95% ആളുകൾ പ്രവർത്തിക്കുമ്പോഴാണ് സ്വന്തം ആവശ്യം അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയാം, ഞാൻ പറയുന്നത് ആ ഒരു റിയാലിറ്റി ഷോ നിർത്തണം എന്ന് തന്നെയാണ് പറയണേ. കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കുണ്ടാകുന്ന ഈ ഒരു അടി എന്ന് വെച്ചാൽ പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പേരെ എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന 1 അല്ലെങ്കിൽ 2 പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി മത്സരം നടത്തി അവരെ കൊന്നിട്ടായാലും എനിക്ക് ഈ ഒരു ഷോയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സീമ. ഞാൻ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാലും പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തി ആ ഒരു ഷോയിൽ. ബിഗ് ബോസ് ഷോയിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളെ എടുക്കുന്നത് അതൊരു സപ്പോർട്ടായിട്ട് ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലല്ലേ അത് കാണേണ്ടത്? തീർച്ചയായിട്ടും. അതിലിപ്പം ഞാൻ പറയാം, ജാൻമണി പോയത് ജാൻമണിക്ക് ഭാഷ അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് ഫുൾ വിയോജിപ്പായിരുന്നു. അന്നും ഇതുപോലെ ഫ്രണ്ട്ലി സോണിലും ഞങ്ങളുടേതായ ഇപ്പോൾ എറണാകുളം ജില്ലയെ കേന്ദ്രീകരിച്ച് എൻ്റെ നാടെന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിമർശനങ്ങളും ഇവരുടെ ഒരേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുവാണ്, ഇപ്പോൾ നാദിറ പോയപ്പോൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സംസാരിച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഇന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുറേ കാര്യങ്ങൾ നാദിറയ്ക്ക് സാധിച്ചു. അതായത് നാദിറയിൽ നിന്ന് നാദിറയുടെ വിദ്യാഭ്യാസം കൊണ്ടും ലോകപരിചയം കൊണ്ടും കുറേ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കുന്ന തരത്തിലല്ലാന്ന് പബ്ലിക്കിനൊരു അറിവ് കൊടുക്കാൻ സാധിച്ചു. അതുപോലെ കഴിവുള്ളവരും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരാളാവരുത് ബിഗ് ബോസിൽ പോകുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്കുള്ള ഈ ഒരു കൂട്ടത്തല്ലും, ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകളെ ഗുണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സൗണ്ടൊക്കെ എടുത്തിട്ട് അവർ കരഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ ഏതൊരാളും വിശ്വസിക്കും അവരങ്ങനെയാണോ? ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഒന്ന് വാർത്ത ചിന്തിക്കും. അപ്പം നമ്മളായാലും സാധാരണ ഒരു മനുഷ്യനെ ആണെങ്കിൽ പോലും അവൻ ഇന്ന ഒരു പ്രശ്നക്കാരനാണ്, ചിലപ്പോൾ അവരെന്താണെന്ന് നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ കൂടുതലും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആണോ എന്നാൽ ഇവർക്കെതിരെ ബാഡ് കമൻറ്റ് ഇട്ടേക്കാം, കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ സീമാ വിനീത് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കും. അതെന്ന് വെച്ചാൽ സീമാ വിനീതിൻ്റെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ബാഡ് കമൻറ്റ് ഒരുപാട് വരാൻ തുടങ്ങി. ഇപ്പോൾ സീമാ വിനീതിനെ ഫേവർ ചെയ്യുന്ന ആളുകളെ മാത്രം കമൻറ്റ് ഇടാൻ അനുവദിച്ചുകൊണ്ട് ഇരിക്കുവാണ്. എൻ്റെ ഓൾറെഡി വീഡിയോ വന്ന സമയങ്ങളിൽ ഞാൻ വണ്ടി ഓടിയപ്പോൾ 1 വർഷമാവാൻ പോവാം. അന്ന് മുതൽ എൻ്റെ 4 മില്യനായ വീഡിയോസൊക്കെ ഉണ്ട്. എനിക്ക് ഈ പറയുന്ന ഇതുപോലെയുള്ള മോശം കമൻറ്റുകളോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് എന്നും ആളുകൾ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഈ സീമ ഇത് കാരണം ഇപ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലാതെ ബാക്കിയെല്ലാം ഏതൊരാളും ജോലി ചെയ്ത് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ സെക്സ് വർക്ക് ചെയ്യുന്നത് ജോലി തന്നെയാണ്, പക്ഷെ അത് നല്ല ജോലിയല്ല, ഞാൻ അതിനെ അനുകൂലിക്കുന്നുമില്ല. സാഹചര്യം കൊണ്ട് ഒരാൾ വന്ന് നിന്നു അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോയിട്ട് അത് തിരുത്താനുള്ള സമയത്ത് അവർ തിരുത്താൻ തയ്യാറാകുമ്പോൾ വീണ്ടും അവരെ ചെളിക്കുഴിയിലേക്ക് തള്ളിവിടാൻ തയ്യാറാകരുതെന്ന് പറയാം. താങ്ക് യു സോ മച്ച് അന്ന.